നമസ്കാരം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഹൈക്കോടതി അഭിഭാഷകയും നിയമവിദഗ്ധയുമായ അഡ്വക്കേറ്റ് ഫൗസിയയാണ്. സ്വാഗതം. നമസ്കാരം. ഒരുപാട് കേസുകളുടെ ലോകത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. പലതരത്തിൽ ഈ കേസിനെ കുറിച്ചുള്ള മാധ്യമ വാർത്തകൾ അല്ലെങ്കിൽ നീതി നിഷേധിക്കപ്പെടുന്നു, അതിനും അപ്പുറത്തേക്ക് പോലീസ് കേസ് ഫ്രെയിം ചെയ്യുന്നു. ഇതൊക്കെയാണ് ഇപ്പോൾ വലിയ ചർച്ച. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു അതോറിറ്റി, അതായത് ഇപ്പോൾ പോലീസിനെ പോലുള്ള ഒരു അതോറിറ്റി നമുക്ക് നിയമം നമുക്ക് നീതി വാങ്ങി തരേണ്ട അതോറിറ്റിയാണ്, നിയമം നടപ്പിലാക്കേണ്ട അതോറിറ്റിയാണ്. പക്ഷെ അത്തരത്തിലൊരു അതോറിറ്റി അവരുടെ താല്പര്യത്തിന് പുറത്ത് ഒരു മനുഷ്യനെ ഫ്രെയിം ചെയ്ത കേസിൽ ഉൾപ്പെടുത്തുക എന്ന് പറയുന്നത്, അതിപ്പം മുത്തൂറ്റ് പോൾ വധക്കേസ് മുതൽ ഇങ്ങോട്ട് പല കേസുകളെടുത്താലും നമുക്കതറിയാൻ പറ്റും. ഇപ്പോൾ ഒരു ബലാത്സംഗ കേസിൽ, ഒരു പീഡന കേസിൽ പ്രതി അല്ലെങ്കിൽ ഒരു പരാതിക്കാരി കൊണ്ടുപോയി പരാതി കൊടുക്കുമ്പോൾ ആ പരാതി അതിൽ സത്യസന്ധമായ ഒരു പ്രാഥമിക അന്വേഷണം പോലും നടത്താതെ അതിന് FIR ഇട്ട് കോടതിയിൽ കൊടുത്ത് പിന്നീട് പക്ഷേ DNA ടെസ്റ്റ് റിസൾട്ടൊക്കെ വരുമ്പോൾ ഇയാളല്ല എന്ന് മനസ്സിലാക്കുകയൊക്കെ ചെയ്യുമ്പോഴും ഈ പറയുന്ന ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ഒന്നും നടപടിയില്ലാത്തൊരു സാഹചര്യം നിലവിലുണ്ട്. എൻ്റെ ചോദ്യം എന്ന് പറയുന്നത്, പോലീസ് പോലുള്ളൊരു സംവിധാനം ഈ തരത്തിൽ കറപ്റ്റഡ് ആകുന്നത് അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും കേസ് ജയിക്കണമെന്ന നിലയിലേക്കൊക്കെ പോകുന്നത് എത്രത്തോളം ശരിയാണ്? ഇപ്പോൾ കേരള പോലീസ് എന്നുള്ളത് മാത്രം നമ്മൾ എടുക്കേണ്ട, ഏതൊരു ഡിപ്പാർട്ട്മെൻ്റ് ആയിക്കോട്ടെ, ഒരു കറപ്ഷൻ അതിൽ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊരിക്കലും അലോ ചെയ്യാൻ പറ്റില്ലാത്ത, നമ്മളുടെ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു രാജ്യത്ത് ഒരിക്കലും അത് അലോ ചെയ്യാറില്ല, ചെയ്യാൻ സാധിക്കില്ല. ഒന്ന്. പിന്നെ കേരള പോലീസ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഏറ്റവും ഹൈലി വലിയൊരു പ്രൊഫൈലുള്ള അത്രയും ഒരുപാട് കേസുകളിൽ ഡിറക്റ്റ് എവിഡൻസ് ഇല്ലാത്ത ഒരുപാട് കേസസ് പോലും തെളിയിച്ചിട്ടുള്ള, ലോകത്തിൽ തന്നെ വലിയൊരു പ്രൊഫൈല് കീപ്പ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് നമ്മുടെ കേരള പോലീസ് എന്ന് പറയുന്നത്. പിന്നെ ചില കേസുകളിൽ രാഷ്ട്രീയമായിട്ടുള്ള സ്വാധീനം ഉണ്ടാകും, അതല്ലെങ്കിൽ അങ്ങനെ പല പല കാര്യങ്ങളിലും സ്വാധീനം ചെലുത്തുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ചില കേസുകളിൽ ഇപ്പോൾ ഏതൊരു കോഗ്നിസിബിൾ ഒഫൻസ് ആയിക്കോട്ടെ, അതായത് നോൺ ബെയിലബിൾ ആയിട്ടുള്ള ഒരു ഒഫൻസ്, ഒരു ഒഫൻസ് ഒരു ക്രൈം നടന്നാൽ അത് ഏത് പോലീസ് സ്റ്റേഷൻ്റെ അണ്ടറിലായിക്കോട്ടെ, ഏതൊരു പോലീസിനും ഒരു 0 FIR മുതൽ ഒരു FIR നമ്പർ പോലും വേണ്ട, പോലീസിന് ഒരു FIR ഇടാൻ സാധിക്കുന്നതാണ്. ഒരു നോട്ടീസ് കൊടുക്കുമോ അതൊന്നും വേണ്ട. റേപ്പ്, മർഡർ, ഇങ്ങനെ സീരിയസ് ഒഫൻസസ് നടക്കുകയാണെങ്കിൽ ഈ പോലീസിന് FIR ഇടാം. അതിലൊരു ഇൻവെസ്റ്റിഗേഷൻ പോലും, ഒരു ഇനീഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ പോലും അവിടെ നടത്തേണ്ട കാര്യമില്ല. ഇങ്ങനെ ഒരു ക്രൈം നടന്നിട്ടുണ്ട് എന്നുള്ളത് അറിഞ്ഞാൽ അവർക്ക് അതിനെക്കുറിച്ച് ജസ്റ്റ് അന്വേഷിച്ചിട്ട് FIR ഇടാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഈ ഒരു പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ എല്ലാവരും നല്ലതല്ല, അല്ലെങ്കിൽ എല്ലാവരും അവർക്കെതിരെയൊക്കെ അലിഗേഷൻസ് നടക്കുന്നു എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം നമ്മുടെ ഗ്രീഷ്മ കേസ്, ആ കേസ് നമുക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും, ഡയറക്റ്റ് ആയിട്ടുള്ള എവിഡൻസസ് വളരെ കുറവുള്ള ഒരു കേസാണത്. എന്നിട്ടും നമ്മുടെ കേരള പോലീസ് അത് അന്വേഷിച്ചിട്ട് ഈ പറയുന്ന പണിഷ്മെന്റ് കൊടുത്തില്ലേ? അത് ഡയറക്റ്റ് എവിഡൻസസ് വളരെ കുറവുള്ള ഒരു കേസാണ്. അപ്പം അതുപോലെ ഒരുപാട് കേസുകൾ ഉദാഹരണമായിട്ടുണ്ട്. അപ്പം ഒരിക്കലും നമ്മൾ ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നമുക്ക് വിശ്വാസം ഇല്ല, അങ്ങനെ നമ്മൾക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പോൾ ഈ പോലീസ് എന്താണോ ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾക്ക് കോടതിയിലോട്ട് ഒരു തെളിവ് കൊണ്ടുവരുന്നത്. അതിനെ ബേസ് ചെയ്തതിന് അനുസരിച്ച് ആ പ്രതി കുറ്റക്കാരനാണോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കും. തീർച്ചയായിട്ടും. പക്ഷേ കേരള പോലീസിന് ആർക്കും വിശ്വാസമില്ലാത്ത പ്രശ്നമില്ല. കേരള പോലീസ് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരുപാട് ആളുകൾക്ക് നീതി വാങ്ങിക്കൊടുക്കുന്ന ഒരു സംവിധാനമാണ്. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും പലപ്പോഴും ഈ രാഷ്ട്രീയ സമ്മർദ്ദം, വ്യക്തിപരമായ സമ്മർദ്ദം, മേൽ ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദം തുടങ്ങിയൊക്കെ ചില കേസുകളിൽ ഇവർ പലതരത്തിൽ കേസുകൾ ഫ്രെയിം ചെയ്യാനുള്ള ശ്രമമുണ്ട്. ആ ശ്രമം എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾക്ക് നീതി വാങ്ങിക്കൊടുക്കേണ്ട ഒരു സംവിധാനത്തിൽ ഒരുപാട് ആളുകൾ പ്രതീക്ഷ അർപ്പിക്കും. ഇപ്പോൾ പ്രതിക്കും അതുപോലെ തന്നെ ഈ പറയുന്ന ഈ വിക്ടിം ആയിട്ടുള്ള ആളുകൾക്കും ഒരേപോലത്തെ പിന്നെ പരിഗണനയാണ് ഇന്ത്യൻ ഭരണഘടന കൊടുക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ്. പക്ഷെ നമ്മുടെ പൊതുബോധം അങ്ങനെയല്ല. ഈ പറയുന്ന പ്രതിചേർക്കപ്പെട്ട ആൾക്കും അതുപോലെ പരാതിക്കാരിക്കും തുല്യമായ പരിഗണനയല്ല കൊടുക്കുന്നത്. മറിച്ച് പരാതിക്കാരി എന്താണോ പറയുന്നത് അത് അതേപടി ചെയ്യാനുള്ള ഒരു സംവിധാനമാണ് കോർട്ട് അല്ലെങ്കിൽ പോലീസ് എന്നൊരു നമ്മുടെ ഒരു ധാരണയുണ്ട്, സമൂഹത്തിൻ്റെ ഒരു ബോധ്യമുണ്ട്. പക്ഷെ അത് ശരിയാണോ?
അതിൽ ഞാനൊരു കാര്യം പറയട്ടെ, ഒരു ക്രൈം നടന്നിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന പോലീസും നിയമ സംവിധാനവും കോടതിയും എല്ലാം നോക്കുന്ന 2 ഫാക്ടേഴ്സ് ഉണ്ട്. അഗ്രവേറ്റിംഗ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫാക്ടർ നോക്കും, അതുപോലെ തന്നെ മിറ്റിഗേറ്റിംഗ് ഫാക്ടേഴ്സ് ഉണ്ട്. അഗ്രവേറ്റിംഗ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രതിയുടെ ഒരു പ്രതി ഒരു ക്രൈം ചെയ്യുവാണ്, ആ ഒരു ക്രൈം ചെയ്യാൻ അവർക്കൊരു ഇൻറ്റൻഷൻ ഉണ്ടായിരുന്നോ അത് നോക്കണം, അവർക്കൊരു മോട്ടീവ് ഉണ്ടോ അത് നോക്കണം, പിന്നെ അവർ ആരെയാണോ ആർക്കെതിരെയാണോ ഈ ക്രൈം ചെയ്തത് അത് അവരുടെ ഒരു പ്രൊഫൈൽ അല്ലെങ്കിൽ അവരുടെ ഒരു സ്റ്റാറ്റസ്, സമൂഹത്തിൽ അവർക്കുള്ള ഒരു സ്റ്റാറ്റസ്, ഇതെല്ലാം നോക്കി അതിനെ ബേസ് ചെയ്തിട്ടാണ് അവർക്കുള്ള ശിക്ഷ. അത് എത്രത്തോളം ഹൈപ്പിലോട്ട് പോകുന്നു അതിനനുസരിച്ച് ആ ശിക്ഷ കൂടും. അഗ്രവേറ്റിംഗ് ഫാക്ടേഴ്സ് കൂടുന്നതിനനുസരിച്ച് പണിഷ്മെന്റ് കൂടും എന്നാണ്. അതേപോലെ തന്നെ മിറ്റിഗേറ്റിംഗ് ഫാക്ടേഴ്സും കൂടെ നോക്കിയിട്ടാണ് ഒരു ക്രൈം ചെയ്ത ഒരാളെ ശിക്ഷിക്കണോ അല്ലെങ്കിൽ അയാൾക്ക് എത്രത്തോളം ശിക്ഷ കൊടുക്കണം എന്ന് നമ്മൾ പറയുന്നത്. ഈ മിറ്റിഗേറ്റിംഗ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ക്രൈം ചെയ്ത വ്യക്തിയുടെ ഫാമിലി സ്റ്റാറ്റസ്, അതുപോലെ ഈ ക്രൈം ചെയ്ത വ്യക്തിയുടെ ഏജ്, അയാളുടെ ക്യാരക്ടർ, ഇതെല്ലാം ഇത് ചെയ്യാനുണ്ടായ സാഹചര്യം, ഇതെല്ലാം കൺസിഡർ ചെയ്തതിന് ശേഷം മാത്രമേ ഈ പറയുന്ന ഒരു പണിഷ്മെന്റിലേക്ക് അതിപ്പോൾ കോടതി ആയാലും നിയമ സംവിധാനമായാലും പോവുള്ളൂ. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള നടിയെ ആക്രമിച്ച കേസിൽ, ആ കേസിൽ എന്തുകൊണ്ടാണ് 20 വർഷം മാത്രം പണിഷ്മെന്റ് 1 to 6 കൺവിക്ട് ചെയ്തപ്പോൾ 20 വർഷം മാത്രം പണിഷ്മെന്റ് കൊടുത്തു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ പബ്ലിക്കിൽ നിയമം അറിയുന്ന ആളുകൾ തന്നെ ഒരുപാട് ആൾക്കാർ ഇത് ചർച്ച ചെയ്തു. ദെൻ അട്ടർ നോൺസെൻസ് ആയിട്ട് തന്നെ ഒരുപാട് മാധ്യമങ്ങൾ വരെയും ഇതിൽ ചർച്ച ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. 20 വർഷം ഒരിക്കലും കൊടുക്കാൻ പാടില്ല. ഈ 6 പേരും ചെയ്തിട്ടുള്ള കാര്യം വെച്ച് നോക്കുമ്പം എന്തായാലും ഒരു 100 വർഷത്തിന് മേലെ കൊടുക്കണം. അവർ പറഞ്ഞത് സത്യമാണ് ശരിക്കും. മീൻസ് ഇപ്പം ഈ പറയുന്ന ഒരു കേസിൽ, നടിയെ ആക്രമിച്ച കേസിൽ ഒരു സ്ത്രീക്കും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് സംഭവിച്ചത്. ഒരിക്കലും അത് ഈ പറയുന്ന പ്രതികൾ ഈ 20 വർഷം കിട്ടിയാൽ പോരാ. ശരിക്കും അവർ അതിനേക്കാളേറെയും ശിക്ഷയ്ക്ക് അർഹരാണ്. പക്ഷെ നമ്മുടെ നിയമ സംവിധാനം എന്ന് പറയുന്നത് അതിൽ ഒരുപാട് ഫാക്ടേഴ്സ് ഉള്ളത് കൊണ്ട് നമ്മൾക്ക് സെറ്റിൽഡ് ആയിട്ടുള്ള പ്രൊസീജിയർ ആയിട്ടുള്ള കുറച്ച് ലോസ് നമുക്കുണ്ട്. ആ ലോ വെച്ചിട്ട് മാത്രമേ നമ്മൾക്ക് കോടതികൾ എപ്പോഴും കേസ് പരിഗണിക്കുകയുള്ളൂ. ഈ കോടതി എങ്ങനെയാ കേസ് പരിഗണിക്കുന്നത്? കോടതി എവിഡൻസ് നോക്കുന്നതും അതുപോലെ തന്നെ സാക്ഷി മൊഴികൾ നോക്കുന്നതും ആര് കൊണ്ടുവന്നിട്ടാ? ഈ പറയുന്ന പോലീസ് ഡിപ്പാർട്ട്മെന്റ്, പ്രോസിക്യൂഷനാണ് ഈ പറയുന്ന കേസ് തെളിയിക്കേണ്ടത്. അപ്പോൾ ഈ പ്രോസിക്യൂഷൻ കൊണ്ടുവരുന്ന തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് കോടതി വിധി പറയുന്നത്. കോടതി ഒരു വേർഡിക്റ്റ് പറഞ്ഞതും, ഇപ്പം ഈ പറയുന്ന നടിയുടെ കേസ് പറയുവാണെങ്കിൽ 1700 സംതിങ് പേജ് വരുന്ന ഒരു വേർഡിക്റ്റ് പറഞ്ഞതിന് ശേഷമാണ് ഇപ്പം ഞാൻ ഉൾപ്പെടുന്ന നമ്മളെല്ലാവരും അറിയുന്നത് കോടതിയിൽ സംഭവിച്ച കാര്യങ്ങൾ. അതിൻ്റെ മുന്നേ നമ്മൾക്കാർക്കും ഇത്രയും കാര്യങ്ങൾ നമുക്ക് അറിയില്ല. കാരണം അടച്ചിട്ട മുറിയിലാണ് ഈ പറയുന്ന വാദപ്രതിവാദങ്ങളെല്ലാം നടന്നത്. എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് ആർക്കും അറിയില്ലായിരുന്നു. അതില് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടന്നു. അപ്പം ഓൺലി ദ എവിഡൻസസ് ക്യാൻ ബി സ്പീക്ക് എന്നാണ് അതിൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതിനപ്പുറം നമ്മൾക്ക് പറയാനായിട്ട് പറ്റില്ല. കാരണം ആ എവിഡൻസസ് എന്തൊക്കെയാണ്, മെറ്റീരിയൽ എവിഡൻസസ് എന്തൊക്കെയാണെന്ന് കോടതി നോക്കി. ദെൻ ഓൾസോ വിറ്റ്നസ് എന്തൊക്കെയാണ് പറഞ്ഞത്, കുറേ വിറ്റ്നസസ് ഉണ്ട്, അവരെന്തൊക്കെയാണ് പറഞ്ഞത്, ഇതെല്ലാം നോക്കി എല്ലാ വാദങ്ങളും പ്രതിവാദങ്ങളും കഴിഞ്ഞതിന് ശേഷമാണ് ഈ പറയുന്ന ഒരു ജഡ്ജ്മെന്റ് വന്നത്. ഈ ഒരു ജഡ്ജ്മെന്റ് വന്ന സമയത്ത് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഇപ്പം അഗ്രവേറ്റീവ് ഫാക്ടേഴ്സ് നോക്കിയിട്ടുണ്ട്, മിറ്റിഗേറ്റിംഗ് ഫാക്ടേഴ്സ് നോക്കിയിട്ടുണ്ട്. അങ്ങനെ നോക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന 1 മുതൽ 6 വരെയുള്ള പ്രതികൾ 40 വയസ്സിന് താഴെയുള്ള പ്രതികളാണ്. സോ അവർക്ക് മനസ്സ് മാറിയിട്ട് ഈ ഒരു ക്രിമിനൽ മൈൻഡിൽ നിന്ന് മാറിയിട്ട് നല്ലൊരു ലൈഫ് കൊണ്ടുവരാനുള്ള ആ ഒരു ചാൻസും മേ ബി കോടതി അതും കൂടെ കൺസിഡർ ചെയ്തു. അവരുടെ ഫാമിലി സ്റ്റാറ്റസ് നോക്കി, അവർക്ക് ചെറിയ കുട്ടികളുള്ളവരാണ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, പിന്നെ ഫിനാൻഷ്യലായിട്ടുള്ള അവരുടെ ബാക്ക്ഗ്രൗണ്ട്, ഇതെല്ലാം നോക്കിയതിന് ശേഷമാണ് കോടതി വിധി പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഈ പറയുന്ന നടി ആക്രമിച്ച കേസിൽ ഏറ്റവും അധികം നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 8ാമത്തെ പ്രതിയെ വെറുതെ വിട്ടു എന്നുള്ളതാണ്. ഏറ്റവും മാധ്യമങ്ങൾ തുറന്നിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും 2017 കഴിഞ്ഞപ്പോൾ തുടങ്ങിയ ഒരു
വിചാരണ. അതെ, ഒരാളെ മാത്രം കുറ്റക്കാരനാക്കണം. അദ്ദേഹം ഈ പറയുന്ന ദിലീപ് എന്ന് പറഞ്ഞ വ്യക്തി അവരൊരു വലിയൊരു ആക്ടറാണ്. നമ്മൾ ഒരിക്കലും ഞാൻ അദ്ദേഹത്തിൻ്റെ ഫാനൊന്നുമല്ല. ഇപ്പം നമ്മൾ ബേസ് ചെയ്ത് നമ്മളൊരു കേസ് എന്താണ്, ഒരു കേസിൽ എന്താണ് എന്നുള്ളത് നോക്കുമ്പം ഒരു അക്യൂസ്ഡ് അത്രമാത്രം. അതിൽ അദ്ദേഹത്തിനെതിരെ നമ്മൾ മീൻസ് കോടതിയിൽ വരുമ്പോൾ അദ്ദേഹത്തിനെതിരെയുള്ള തെളിവുകൾ എത്രത്തോളം കോടതി അത് അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അതാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അദ്ദേഹത്തിനെതിരെ എത്രയോ കേസുകൾ ഫാബ്രിക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു ലേമാൻ വരെ, ഒരു പബ്ലിക് ആയിട്ടുള്ള ഒരാൾക്ക് വരെ ഇതെന്താ എങ്ങനെ ചോദിക്കുന്നത് അത്രയും ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽ എവിഡൻസസ് കോടതിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഡിഫൻസ് ലോയർ അതിൽ ജസ്റ്റ് ചോദിക്കുമ്പോൾ തന്നെ ഡിഫൻസ് ലോയർ അത് ജസ്റ്റ് ചോദിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അതായത് ചുമ്മാ ചോദിക്കുമ്പോൾ തന്നെ പൊളിഞ്ഞു വീഴാണ്. അത്രയും ഉള്ളൂ. ഇതിപ്പോൾ സാധാരണ ഏതൊരു ഈ സിനിമ ഫീൽഡ്, അതിലെനിക്ക് ഒരുപാട് പരിചയമില്ല, എന്നാലും ഒരു സിനിമ ഫീൽഡിൽ, ഒരു സിനിമ ലൊക്കേഷനിൽ വെച്ചിട്ട് നടന്നിട്ടുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ വരെ, ആ ഒരു കാര്യങ്ങൾ വരെയാണ് കോടതിയിലോട്ട് എത്തിച്ചേക്കുന്നത്. അവിടെ വെച്ച് ഇവർ ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് എന്ന് പറയുമ്പം എനിക്ക് തോന്നുന്നു ഒരു 7 or 8 സ്ഥലത്ത് വെച്ച് ഇവർ ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് എന്ന് പറയുന്നതാണ് ഈ ഒരു ഇത് മാധ്യമങ്ങൾ ചർച്ചയാക്കിയിട്ട്. ഞാൻ പറയട്ടെ, ഏതൊരു മാധ്യമം അട്ടർ നോൺസെൻസ് എന്നതിൽ പറയാൻ പറ്റുള്ളൂ. ഒരു വിധി വന്നതിന് ശേഷം ഈ വിധി വായിക്കാതെ, ഈ വിധിയിൽ കോടതി ഒരിക്കലും ഈ പറയുന്ന വിചാരണ കോടതി വിധി പറഞ്ഞപ്പോൾ ഈ പറയുന്ന ദിലീപ് എണീറ്റ് നിന്നു എന്നുള്ളൊരു മീൻസ് ദിലീപ് വന്നപ്പം ജഡ്ജ് എണീറ്റ് നിന്നു എന്ന് വരെ പറഞ്ഞിട്ടുള്ള, അത് ഒരു പബ്ലിക്കായിട്ടുള്ള ഒരാൾ പറയുകയാണെങ്കിൽ ഓക്കെ, ആൾ കോടതിയിൽ വരാത്ത ആളായിരിക്കാം, അവർക്ക് ഇതിനെക്കുറിച്ച് അറിയില്ലായിരിക്കാം എന്നുള്ളത് നമുക്ക് പറയാം. മാധ്യമങ്ങൾ വരെയും അത് പറഞ്ഞു. പക്ഷെ അതൊക്കെ എത്രത്തോളം നോൺസെൻസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു കോടതിയെ കുറിച്ച് അങ്ങനെ പറയും, പിന്നെ അവർ കാശ് മേടിച്ചു, അവരുടെ ഫാമിലിയിൽ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, ഒരു ജഡ്ജിനെയൊക്കെ ഏത് രീതിയിൽ പറഞ്ഞു. ഇതൊക്കെ കണ്ടംപ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ. കണ്ടംപ്റ്റ് ഓഫ് കോർട്ടാണ് ശരിക്കും. അങ്ങനെ പറയാൻ പാടില്ല. ഒരു വിധി വന്നതിന് ശേഷം ഇതുവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ എഴുതിയിട്ടുണ്ട്, അതവർ വായിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇതൊന്നും നോക്കാതെ ഈ പറയുന്ന ജഡ്ജും ദിലീപും തമ്മിൽ കണക്റ്റഡ് ആണ്, മൊബൈലിൽ എല്ലാ ഈ പറയുന്ന മെറ്റീരിയൽ ആയിട്ടുള്ള പബ്ലിക്കായിട്ടുള്ള ഡോക്യുമെൻ്റ് കയ്യിലിരിക്കുന്നുണ്ട്. ഇതൊക്കെയാണ്, അതായത് ദിലീപിൻ്റെ കയ്യിൽ കോടതിയിൽ നടക്കുന്ന കാര്യത്തിൻ്റെ ഡോക്യുമെൻ്റ് ഉണ്ടെന്ന് വരെ പറഞ്ഞു. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു കാര്യം, ഇപ്പം നിയമം അറിയുന്ന ആൾക്കാർ വരെയും ഇതിൽ പറഞ്ഞിട്ടുണ്ട് ഈ പറഞ്ഞ വിധി ശരിയല്ല എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഒരു അഡ്വക്കേറ്റ് ആണെങ്കിൽ അഡ്വക്കേറ്റ്മാർ, ചില ആളുകൾ ഫാമിലി കേസസിൽ മാത്രം പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാകും. ചില ആൾക്കാർ സിവിൽ കേസസ് മാത്രം കൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ടാവും. ചിലവർ ക്രിമിനൽ കേസ് കൊണ്ട് നടക്കുന്നുണ്ടാവും. ഇപ്പം ഈ സിവിൽ കേസും ഫാമിലി കേസും കൊണ്ട് നടക്കുന്ന ഒരാളോട് ഈ പറയുന്ന ക്രിമിനൽ കേസിൽ എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അവർക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞോ, അങ്ങനെയാണെങ്കിൽ അത് ആ ജഡ്ജിൻ്റെ കുഴപ്പമാണ്. അത് ആ ജഡ്ജും ആളും തമ്മിൽ, ദിലീപ് ഇത്രയും വലിയ നടനായതുകൊണ്ട് അത് ജഡ്ജിൻ്റെ കുഴപ്പമാണ്. ഇതേ പറയുള്ളൂ. ഒരിക്കലും അങ്ങനെ നമ്മൾ പറയാൻ പാടില്ല. കോടതി തെളിവില്ലാതെ, അതായത് ടാൻജിബിൾ ആയിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള തെളിവില്ലാതെ ഒരിക്കലും കോടതി ജഡ്ജ്മെൻറ്റ് പറയില്ല. കോടതിക്ക് അങ്ങനെ ഒരു ഡിസ്ക്രിപ്ഷൻ ഇല്ല. നമുക്ക് സെറ്റിൽഡ് ആയിട്ടുള്ള നമുക്ക് ലോ ഉണ്ട്. ഞാൻ അതിലൊരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പം നേരത്തെ അങ്ങ് പറഞ്ഞു, അതായത് ഗ്രീഷ്മ കേസ് പറഞ്ഞു, നേരിട്ട് ഒരു എവിഡൻസും ഇല്ലാത്ത കേസാണ് ഈ പറയുന്ന ഗ്രീഷ്മ കേസ് എന്ന് പറയുന്നത്. അതിൽ തന്നെ എന്താണ്, കോടതിക്ക് കൃത്യമായി മനസ്സിലായി ഇത് ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലായി. പക്ഷെ അതിന് നേരിട്ടുള്ള തെളിവുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ എന്താണ്, കോടതിക്ക് മുമ്പിൽ വന്നിട്ടുള്ള സാഹചര്യ തെളിവുകൾ കാര്യങ്ങളും ഒക്കെ വെച്ചുകൊണ്ട് കൃത്യമായി കോടതി ശിക്ഷ വിധിച്ചു. ഇതുപോലെ ഈ ഗ്രീഷ്മ കേസ് ഇനി ഹൈക്കോടതിയിലോ അല്ലെങ്കിൽ സുപ്രീം കോടതിയിലോ എത്തുന്ന സമയത്ത് അത് നൂലിഴ കീറി പരിശോധിക്കപ്പെടും. ഇതിൽ എന്തെങ്കിലും കള്ളം ഈ പറയുന്ന ജഡ്ജ് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ജഡ്ജിന് വലിയ പണിഷ്മെന്റ് വരും. ഇതേപോലെ തന്നെ ദിലീപ് കേസിനകത്ത് ഏതെങ്കിലും തരത്തിൽ കുറച്ച് തെളിവുകളെങ്കിലും ദിലീപിന് എതിരെ വരികയാണെങ്കിൽ അത് വെച്ചിട്ടെങ്കിലും കോടതിക്ക് എന്ത് ചെയ്യാം, കോടതിയുടെ നമ്മുടെ എന്താണ് പ്രത്യേക അധികാരമുണ്ടല്ലോ, നമ്മുടെ വിവേചനാധികാരം, ആ വിവേചനാധികാരം വെച്ചിട്ട് ദിലീപിനെ ശിക്ഷിക്കാമായിരുന്നു. പക്ഷേ
അങ്ങനെ ശിക്ഷിച്ചില്ല എന്ന് മാത്രമല്ല, കോടതി ഈ പറയുന്ന ഗൂഢാലോചന സിദ്ധാന്തം തന്നെ തള്ളിക്കളഞ്ഞു. അങ്ങനെ നിൽക്കുമ്പോൾ അത് മേൽക്കോടതിയിൽ പോവുകയാണെങ്കിൽ, സുപ്രീം കോടതിയിൽ പോവുകയാണെങ്കിൽ, ഇത് ജഡ്ജ് മനഃപൂർവ്വം ഈ പറയുന്ന ഈ വിചാരണയിൽ വന്ന കാര്യങ്ങളെല്ലാം മറച്ചു വെച്ചുകൊണ്ട് ഒരു വിധി എഴുതുകയാണെങ്കിൽ ആ ജഡ്ജിന്റെ അവസ്ഥ പരിതാപകരമായിരിക്കില്ലേ? തെറ്റാണ് ചെയ്തതെങ്കിൽ അതുപോലും മനസ്സിലാക്കാതെയല്ലേ ഈ ആളുകൾ ജഡ്ജിനെ ഇങ്ങനെ അപമാനിക്കുന്നത്? അതെ അതെ. ഇതില് ഒരു കാര്യം ഞാൻ പറയട്ടെ. ഈ പറയുന്ന നടീനെ ആക്രമിച്ച ഈ കേസ്, ദിലീപിന്റെ കേസിൽ 120B, അതായത് ക്രിമിനൽ കോൺസ്പിറസി തെളിയിച്ചില്ല എന്ന് പറയുന്നു. എന്താ അങ്ങനെ പറയാൻ കാരണം? ക്രിമിനൽ കോൺസ്പിറസി വളരെ വ്യക്തമായിട്ട് തെളിയിച്ചിട്ടുണ്ട്. 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്കെതിരെ ക്രിമിനൽ കോൺസ്പിറസി തെളിയിച്ചിട്ടുണ്ട്. അവർ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള സ്ഥലങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഇവർ തമ്മിൽ കോർഡിനേഷൻ നടത്തിയത് തെളിയിച്ചിട്ടുണ്ട്. 1 മുതൽ 6 വരെയുള്ള വ്യക്തികൾക്ക് ഈ പറയുന്ന 376D മുതൽ 66E, 354E ഇതെല്ലാം തെളിയിച്ചിട്ടുണ്ട്. ദെൻ ഓൾസോ 120B അവർക്ക് 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് തെളിയിച്ചിട്ടുണ്ട്. തെളിയിക്കാതിരുന്നത് എഗൈൻസ്റ്റ് ദിലീപ്. ആ ദിലീപിന് എഗെയിൻസ്റ്റുള്ള ഗൂഢാലോചന മാത്രമേ തെളിയിക്കാതിരുന്നിട്ടുള്ളൂ. അല്ലാതെ ഗൂഢാലോചന തെളിയിച്ചില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഈ 1 മുതൽ 6 വരെയുള്ള പ്രതികളെ ശിക്ഷിച്ചില്ലേ, അവർക്ക് ശിക്ഷ കൊടുത്തില്ലേ? അപ്പോൾ ഈ പറയുന്ന ദിലീപിന് എഗെയിൻസ്റ്റ് തെളിയിക്കാൻ പറ്റിയില്ല. അത് ആരുടെ വീഴ്ചയാണ്? പ്രോസിക്യൂഷൻ കൊണ്ടുവന്നിട്ടുള്ള ഒരു തെളിവിൽ പോലും ഈ പറയുന്ന ഡിഫൻസ് എവിഡൻസ് നമ്മൾക്ക് ജഡ്ജ്മെന്റിൽ എടുത്തു നോക്കിയാൽ ഡിഫൻസ് എവിഡൻസ് വളരെ കുറവാണ്. കൊണ്ടുവന്നിട്ടുള്ള വിറ്റ്നസ് വളരെ കുറവാണ്. ഈ ഡിഫൻസ് എവിഡൻസ് പോലും ഒരുപാട് കൊണ്ടുവരേണ്ട ആവശ്യം വന്നിട്ടില്ല. ഈ പറയുന്ന നടി ആക്രമിക്കുന്ന സമയത്ത് 5 ദിവസം ഏറ്റവും ഞാനൊരു കോടതിയിലുണ്ടായ ഒരു തമാശയാണ്. ഏറ്റവും അധികം 2017 ഫെബ്രുവരി 17 ഇങ്ങനെ ഒരു ആക്സിഡന്റ് സംഭവിച്ചു ഈ നടിക്ക്. അത് കഴിഞ്ഞ് അന്ന് തന്നെ ഇവർ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നു. അന്നത്തെ ദിവസം സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നു. പിറ്റത്തെ ദിവസം അവര് മെഡിക്കൽ എക്സാമിനേഷൻ അവർ പോകുന്നുണ്ട്. മോർണിംഗ് മെഡിക്കൽ എക്സാമിനേഷന് പോകുന്നുണ്ട്. മോർണിംഗ് മെഡിക്കൽ എക്സാമിനേഷൻ എടുക്കുന്നു. ദെൻ അതിന് ശേഷമാണ് FIR ഇടുന്നത്. ഇപ്പം നമ്മൾ കുറച്ച് മുന്നേ നമ്മൾ പറഞ്ഞു, ഈ പറയുന്ന നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് നമ്മുടെ നിയമപാലകർ, പോലീസ് ഉള്ളത് കൊണ്ടാണ് നമ്മളെല്ലാവരും വീട്ടിൽ വളരെ സമാധാനത്തോടെ നമ്മൾ കിടന്നുറങ്ങുന്നത്. അവരുള്ളത് കൊണ്ടാണ് നമ്മളെല്ലാവരും ഏത് രാത്രിയും നമ്മൾ പുറത്തേക്ക് ഇറങ്ങി നടക്കുന്നതും എല്ലാം. ഈ പറയുന്ന പോലീസ് സംവിധാനം അവിടെ കാണിച്ചിട്ടുള്ള ഒരു ചെറിയൊരു ഇത് കോടതി തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതായത് ഈ പറയുന്ന ഫെബ്രുവരി 18 രാവിലെ മെഡിക്കൽ എക്സാമിനേഷന് പോകുന്നു. മെഡിക്കൽ എക്സാമിനേഷന് പോകുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു 110 PW 110 എങ്ങാനാണെന്ന് തോന്നുന്നു സാർ. അവിടെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുമ്പോൾ FIR നമ്പർ 297/2017 അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു കേസ്, അതാണ് ക്രൈം നമ്പർ എഴുതുന്നു. അതായത് രാവിലെ ഓർക്കണം, ഈ പറയുന്ന ഫെബ്രുവരി 18 രാവിലെയാണ് ഈ പറയുന്ന മെഡിക്കൽ റിപ്പോർട്ട് കൊടുക്കുന്നത്. പക്ഷേ ഈ പറയുന്ന FIR നമ്പർ എവിടെന്നാ കിട്ടിയത് എന്നുള്ളത് പ്രോസിക്യൂഷനോട് ചോദിക്കുമ്പോൾ അറിയുന്നില്ല. കാരണം ആ FIR ഇടുന്ന സമയം, ഈ കേസിൽ FIR ഇട്ടു എന്നുള്ള സമയം വ്യക്തമായിട്ട് മെറ്റീരിയൽ എവിഡൻസിൽ പറയുന്നത്, അതായത് റിമാൻഡ് റിപ്പോർട്ട് ആയിക്കോട്ടെ, എല്ലാ മെറ്റീരിയൽ എവിഡൻസിലും പറയുന്നത്, പോലീസ് റിപ്പോർട്ടിൽ പറയുന്നത് 12:45 FIR ഇട്ട സമയം. നൈറ്റ് ആണോ അതോ രാവിലെ ആണോ? രാവിലെ അല്ല, മീൻസ് ഉച്ചയ്ക്കാണോ അതോ നൈറ്റ് ആണോ? ഉച്ചയ്ക്ക് PM 12:45 ഉച്ചയ്ക്ക് ഇട്ട FIR നമ്പർ എങ്ങനെ അന്ന് രാവിലെ FIR നമ്പർ ഇത് കിട്ടുന്നു എന്നുള്ളതൊരു ക്വസ്റ്റ്യനാ. അതെ, അതായത് രാത്രി ഈ സംഭവം സംഭവിക്കുന്നു, അതിനുശേഷം അതിനുശേഷം രാവിലെ മെഡിക്കൽ എക്സാമിനേഷന് പോകുന്നു. അന്ന് ഉച്ചയ്ക്ക് FIR നമ്പർ ഇടുന്നു. അന്ന് ഉച്ചയ്ക്ക് FIR നമ്പർ ഇന്ന നമ്പർ ആയിരിക്കും, എങ്ങനെ രാവിലെ അത് അറിയാൻ പറ്റുന്നു? നമ്മളൊരു വണ്ടി, കോടതി തന്നെ അതിലൊരു തമാശ രൂപത്തിൽ ചോദിച്ചിട്ടുണ്ട്. അതായത് ഇതെന്താ, വണ്ടി ബുക്ക് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ വണ്ടി നമ്പർ റിസർവ് ചെയ്ത് വെക്കുന്നില്ലേ, അതുപോലെ നമുക്ക് റിസർവ് ചെയ്ത് വെക്കുന്നു എന്നാ പറഞ്ഞത്.
അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ്, പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അങ്ങനെ ഒരു ഇത് അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെയാണ് വന്നിട്ടുള്ളത്. അത് കോടതി തന്നെ ചോദിച്ചപ്പോൾ കോടതി അതൊരു ശരിയായ രീതി അല്ലല്ലോ അത്. അപ്പൊ അവിടെ തുടങ്ങിയിട്ടില്ലേ ഒരാൾക്കെതിരെയുള്ള ഈ ഒരു കേസിൽ പ്രശ്നങ്ങൾ അവിടെ തുടങ്ങിയിട്ടില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. കൃത്യമാണ്. ആ ഒരു FIR ഇടുന്ന സമയം മുതൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസേഴ്സ് അവിടെ മുതൽ തുടങ്ങിയിട്ടില്ലേ ഈ ഒരു കേസിൽ? തീർച്ചയായിട്ടും യെസ്, അവിടുന്ന് മുതൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു കാര്യത്തിൽ എന്തെങ്കിലും അതിന് ഏതൊക്കെ എക്സ്ക്യൂസസ് പറഞ്ഞാലും അത് ഏത് രീതിയിൽ ഉൾക്കൊള്ളാൻ കോടതിക്ക് കഴിയും? കോടതി തന്നെ അത് വണ്ടറടിച്ചു പോയിട്ടുള്ള ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും മണിക്കൂറുകൾക്ക് ശേഷം FIR ഇടുന്ന സംഭവത്തിന്റെ ആ FIR നമ്പർ ഇവിടെ പോലീസ് എക്സാമിനേഷന്റെ, അതായത് മെഡിക്കൽ റിപ്പോർട്ടിൽ ഇന്ന കേസ് നമ്പറിൽ ഇത് ഞാൻ കൊടുത്തിട്ടുണ്ട്, അതായത് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്, മെഡിക്കൽ റിപ്പോർട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് എന്ന് സൈൻ ചെയ്ത ഒരു ഡോക്ടർ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഈ FIR നമ്പർ ഇല്ലാതെ എങ്ങനെ കൊടുക്കാൻ പറ്റും? അതൊരു വലിയ പാളിച്ച എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അതൊരു തുടക്കമായിരുന്നു. ആ തുടക്കം തൊട്ട് ഇങ്ങോട്ട് കംപ്ലീറ്റ് ആ ഒരു തുടക്കം ഇതിപ്പോ ഒരു വ്യക്തിനെ ഇതിൽ നമ്മളിപ്പോൾ പറയുമ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു വ്യക്തി ഇൻവോൾവഡ് അല്ലാതെ ഇരിക്കില്ല. ഈ ഒരു പെൺകുട്ടിയെ ഇത്രയും ഇതായിട്ട് ഗ്യാങ് റേപ്പ് ചെയ്യണം എന്ന് ഒരാൾ പറയാതെ, അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു വലിയതായിട്ട് ഇതിനൊരു ഹെഡ് ചെയ്യാൻ ഒരാളില്ലാതെ എന്തായാലും ഇങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണം എന്ന് പറഞ്ഞാൽ 1 മുതൽ 6 വരെയുള്ള പ്രതികളിൽ ഒരാൾ മാത്രം, ഈ ഒന്നാമത്തെ പ്രതി ഒഴികെ ബാക്കി ആർക്കും ക്രിമിനൽ ആൻറ്റിസിഡൻസ് ഇല്ല. ഒരു കേസിൽ പോലും ഇവരാരും പ്രതികളല്ല. അപ്പോൾ ആരെങ്കിലും ഒരാൾ ഒരു പക്ഷേ ഇങ്ങനെ ഒരു കൊട്ടേഷൻ കൊടുത്തിരിക്കാം. അതൊക്കെ നമുക്ക് പ്രിസംഷനാണ്, നമുക്ക് അറിയില്ല ഇതിൻ്റെ ഇടയിൽ വേറെ എന്തെങ്കിലും സംഭവിച്ചോ എന്നുള്ളത് അറിയില്ല. കാരണം ഇതെല്ലാം അന്വേഷിക്കേണ്ടത് കേരള പോലീസാണ്, പ്രോസിക്യൂഷനാണ്. എല്ലാ മെറ്റീരിയൽ എവിഡൻസസും കോടതിയിൽ ഹാജരാക്കേണ്ടത് പ്രോസിക്യൂഷനാണ്. ഈ കൊണ്ടുവന്നിട്ടുള്ള എവിഡൻസസ് വെച്ച് നോക്കുമ്പോൾ പോലീസും ഒന്നാമത്തെ പ്രതിയുമാണ് പറഞ്ഞത്, ഈ പറയുന്ന ദിലീപാണ് ഇങ്ങനെ ഒരു കൊട്ടേഷൻ തന്നത് എന്ന് പറഞ്ഞത് പോലീസും ഒന്നാമത്തെ പ്രതിയാണ്. അത് 3 മാസങ്ങൾക്ക് ശേഷം, അതും 2.5 മാസത്തിന് ശേഷമാണ് ഒരു കത്തിൻ്റെ രൂപത്തിൽ ഇങ്ങനെ വന്നു എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഇങ്ങനെ ഒരു അലിഗേഷൻ എഗൈൻസ്റ്റ് 8th അക്യൂസ്ഡ്. ഇങ്ങനെ പറയുമ്പോൾ ഈ അവിടെ വെച്ച് തുടങ്ങുന്ന, അപ്പം അവിടെ അതൊരു 2.5 മാസം കഴിഞ്ഞിട്ടാണല്ലോ. പക്ഷെ അതിന് മുന്നേ തന്നെ ഇവിടെ നമ്മൾക്ക് ഈ ഒരു FIR ഇട്ട് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾക്ക് ചിന്തിച്ചാൽ നമുക്കറിയാം ഇവിടെ എന്തോ ഒരു പാളിച്ചയുണ്ട് എന്നുള്ളത് ഈ ഒരു കേസിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഇതിൽ 1-2 സംശയങ്ങൾ. അതായത് ഈ പറയുന്ന അതിജീവിതയുടെ ഈ പ്രശ്നം നടന്നതിന് ശേഷം അന്ന് രാത്രി മെഡിക്കൽ എടുക്കാൻ വേണ്ടി അവർ സമ്മതിച്ചില്ല. അവർ വീട്ടിൽ പോവുകയും പിന്നീട് പിറ്റേന്നാണ് എടുത്തത്. അതിലും ചില പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുന്നുണ്ട്. ആ മെഡിക്കൽ എടുത്ത രീതിയിലും ഉണ്ട്. അത് പിന്നെ നിയമത്തിന്റെ കാര്യങ്ങളും കുറച്ച് പ്രൈവസി ആയതുകൊണ്ട് പറയുന്നില്ല. അതിൽ അത്രയും വലുതായിട്ടല്ല. അതെന്ന് വെച്ചാൽ ഒരു 2 ഫിംഗർ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെജൈനൽ ടെസ്റ്റ് ഉണ്ട്. ഇവർ ഓൾറെഡി ഒരു വെജൈനൽ ടെസ്റ്റിന് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൽ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ടെസ്റ്റാണ് 2 ഫിംഗർ ടെസ്റ്റ് എന്ന് പറയുന്നത്. അത് സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഡിഗ്നിറ്റി കീപ്പ് ചെയ്യാൻ, അത് ഡിഗ്നിറ്റി പോകും. അതുകൊണ്ട് തന്നെ അതൊരു പ്രൈവസീനെ എഫക്ട് ചെയ്യുന്നത് കൊണ്ട് അത് വേണമെന്ന് നിർബന്ധമില്ല. അത്രേ അതിൽ പറയുന്നു.